ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് 21 ഇടങ്ങളിലാണ് ഇറാന്റെ ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. കുവൈറ്റിൽ, ഇറാനിൽ, ജോർദാനിൽ എന്നീ അമേരിക്കൻ താവളങ്ങളിൽ ശക്തമായ ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന ഏറ്റവും പുതിയ വിവരം പുറത്തുവരികയാണ്. ഗൾഫ് മേഖല ഒന്നാകെ ആശങ്കയിലാണ്. വീണ്ടും കടുത്ത യുദ്ധം ആരംഭിക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. അമേരിക്ക തിരിച്ചടിക്കും, സംശയമില്ല. ഇറാനും ആക്രമണം കടുപ്പിക്കും. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത്രയധികം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും തിരിച്ചടിക്കാനുള്ള ശേഷി ഇറാൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ കരുത്തുകൂടി വ്യക്തമാക്കുകയാണ്. അതുതന്നെയാണ് പ്രധാന വാർത്ത. ആദ്യം തലക്കെട്ടുകൾ. സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകൻ ഭാരതി രാജ അന്തരിച്ചു. അന്ത്യം രാവിലെ ചെന്നൈയിലെ വസതിയിൽ. വിടവാങ്ങിയത് രാജ്യം കണ്ട ബഹുമുഖ ചലച്ചിത്ര പ്രതിഭകളിലൊരാൾ. ഇറാനെ വീണ്ടും ആക്രമിച്ച അമേരിക്ക. US ഹെലികോപ്റ്റർ ആക്രമിച്ചതിന് ഇറാന് ട്രംപിന്റെ മറുപടി. ബന്ദർ അബ്ബാസിലും ഖേഷം ദ്വീപിലും നിരവധി സ്ഫോടനങ്ങൾ. 2 ജലസംഭരണശാലകളും തകർത്തു. ഇറാന്റെ തിരിച്ചടി. ബഹ്റിനിലും കുവൈറ്റിലും ജോർദാനിലും 21 കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇറാൻ. 5ാം കപ്പൽപ്പട താവളങ്ങളും ആക്രമിച്ചു. ബഹ്റിനിലെ ആഭ്യന്തര മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജനങ്ങളോട് തൊട്ടടുത്തുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം. ജീവൻ വേണമെങ്കിൽ പുറത്തു പോകണമെന്ന് അമേരിക്കയോട് ഇറാൻ. ഇറാന്റെ മേഖലയ്ക്കടുത്തുള്ള വിദേശ സേനകൾക്ക് മുന്നറിയിപ്പ്. വിദേശ സേനകൾ മേഖല വിടണം. ആക്രമണത്തിനിടയിൽ പെട്ടേക്കുമെന്ന് അബ്ബാസ് അരഗ്ചി. ഏറ്റവും നല്ല പരിഹാരം അവർ പിൻവാങ്ങുകയാണെന്നും മുന്നറിയിപ്പ്. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി അടക്കം ഇസ്രായേലിന്റെ കർശന നിരീക്ഷണ വലയത്തിലാണെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ. പട്ടികയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സൈനിക ഭരണ തലപ്പത്തുള്ള പ്രമുഖരും. US രഹസ്യാന്വേഷണ വിഭാഗം കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ശത്രുരാജ്യങ്ങളെക്കാൾ വലിയ കൗണ്ടർ ഇന്റലിജൻസ് സുരക്ഷാ ഭീഷണിയെന്ന് വിലയിരുത്തൽ. ഇറാൻ അമേരിക്ക ചർച്ചകളുടെ രഹസ്യം ചോർത്തുക ലക്ഷ്യം. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകും. ആദ്യഘട്ടം ഓർഡിനറി ബസ്സുകളിൽ മാത്രം ഈ മാസം 15 മുതൽ സൗജന്യ യാത്ര നടപ്പിലാക്കാൻ സർക്കാർ. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ കാറ്റിനു സാധ്യത. വയനാട്ടിൽ ഷിഗല്ല ബാധിതർ 3ആയി. രോഗലക്ഷണങ്ങളുമായി കൂടുതൽ പേർ ആശുപത്രിയിൽ. ആരോഗ്യമന്ത്രി ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സന്ദർശിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സംഘർഷം രൂക്ഷം. 30-ലേറെ പേർ കൊല്ലപ്പെട്ടു. 200-ലധികം പേർക്ക് പരിക്ക്. അധികൃതർ പുറത്തുവിട്ട മരണസംഖ്യ ശരിയല്ലെന്നും കൂടുതൽ മരണം സംഭവിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ. മമതാ ബാനർജി വീണ്ടും കോൺഗ്രസിലേക്കോ? രാഷ്ട്രീയ ചർച്ചകൾ ഉയർത്തി ജൻപത്തിലെ കൂടിക്കാഴ്ച. സോണിയാഗാന്ധിയെ കാണുന്നത് 2021 ശേഷം. രാഷ്ട്രീയ നിലനിൽപ്പിന് കോൺഗ്രസിന്റെ പിന്തുണ തേടി മമത. അപൂർവ റെക്കോർഡിൽ നരേന്ദ്രമോദി. സ്വതന്ത്ര ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലെത്തിയിരുന്ന റെക്കോർഡ് സ്വന്തം. ഇന്ന് പ്രധാനമന്ത്രി പദവിയിൽ 4399 ദിവസം. 4398 എന്ന നെഹ്റുവിന്റെ റെക്കോർഡ് മറികടന്നു. ലോകം കാത്തിരിക്കുന്ന IPO ഈ ആഴ്ച. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി വിപണിയിലേക്ക്. പ്രതീക്ഷിക്കുന്നത് $75 ബില്യൺ മസ്ക് സ്റ്റൈൽ. ഓഹരി ഒന്നിന് $135 വില നിശ്ചയിച്ച് മസ്ക്. നൈറ്റ് ക്ലബിലുണ്ടായ അടിപിടി വിവാദത്തിന് പിന്നാലെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൽ കടുത്ത പ്രതിസന്ധി. ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് വിരമിക്കലിന്. സ്റ്റോക്സ് നടത്തിയത് കടുത്ത നിയമലംഘനം. സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകൻ ഭാരതി രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 16 വയതിനിലെ അടക്കം ശ്രദ്ധേയമായ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു. 6 തവണ ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്.
അടുത്തിടെ അദ്ദേഹം സിനിമകളിലും സജീവമായിരുന്നു. മലയാളത്തിൽ മോഹൻലാൽ സൂപ്പർ ഹിറ്റായ തുടരും എന്ന സിനിമയിൽ ശ്രദ്ധേയ വേഷം അദ്ദേഹം ചെയ്തിരുന്നു. അന്ത്യം ആകസ്മികമായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഭാരതിരാജയെ സിനിമാ പ്രേമികൾക്ക് മറക്കാനാവില്ല. നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ച സിനിമകൾ, ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ, കമൽഹാസൻ അടക്കം സിനിമാ പ്രേമികൾക്ക് നൽകിയ നിരവധി സിനിമകൾ ഒരു പിടിയുണ്ട് നമുക്ക് ഓർത്തെടുക്കാൻ. എങ്ങനെയാണ് ഭാരതിരാജയുടെ അന്ത്യം സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം, ഒപ്പം ഇന്ത്യൻ സിനിമയിൽ ദക്ഷിണേന്ത്യൻ ചലച്ചിത്രങ്ങളെ അടയാളപ്പെടുത്തിയ ഭാരതി രാജയാണ് വിട പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ദീർഘകാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അസുഖം രൂക്ഷമാവുകയും അങ്ങനെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. പിന്നീട് അസുഖം മൂർച്ഛിക്കുകയും അദ്ദേഹം മരണപ്പെടുകയുമാണ് ചെയ്തത്. ഇതിനിടയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ വലിയൊരു നഷ്ടം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ മകനും സംവിധായകനും നടനുമൊക്കെയായ മനോജ് ഭാരതി മരണപ്പെട്ട സാഹചര്യമുണ്ടായി. 48ാമത്തെ വയസ്സിൽ ആയിരുന്നു മനോജ് ഭാരതി വിട പറഞ്ഞത്. ഇത് വലിയ തോതിൽ മാനസികമായ ആഘാതം ഭാരതി രാജയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹം മുഖ്യധാരയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് അസുഖം കൂടി ആയതോടുകൂടിയാണ് അദ്ദേഹം കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടത്. എന്തായാലും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഭാരതി രാജയുടെ വിയോഗം എന്നത് നികത്താനാകാത്ത വിടവ് തന്നെയാണ്. പ്രത്യേകിച്ച് തമിഴ് സിനിമയിൽ പരമ്പരാഗത രീതികളിൽ വലിയ മാറ്റം സൃഷ്ടിച്ച സിനിമാക്കാരൻ ആയിരുന്നു ഭാരതി രാജ. 1977 പുറത്തിറങ്ങിയ 16 വയതിനിലെ എന്ന ചിത്രം ഇന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ പോലും തമിഴ് സിനിമയിലെ ക്ലാസിക് എന്ന നിലയിലാണ് അത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിന് പല കാരണങ്ങൾ കൂടിയുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. രഞ്ജിത്ത്, നമുക്കറിയാം ഈ 77 കാലഘട്ടം എന്നത് ഇന്ത്യൻ സിനിമയിലെ ഭാഷാ ചിത്രങ്ങൾ എല്ലാം തന്നെ സ്റ്റുഡിയോകൾക്ക് ഉള്ളിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു സമയമായിരുന്നു. വളരെ കൃത്യമായി അതിനൊരു കൃത്രിമത്വം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുമായിരുന്നു. ആ കൃത്രിമത്വത്തിൽ നിന്ന് സിനിമയെ പുറത്തേക്ക് എത്തിച്ച സംവിധായകൻ ആയിരുന്നു ഭാരതി രാജ എന്നതാണ്. അതായത് ഈ സ്റ്റുഡിയോയുടെ പരിമിതികൾക്ക് പുറത്ത് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഈ ചിത്രം ചിത്രീകരിച്ചു എന്നതാണ്. അതോടൊപ്പം തന്നെ പതിവ് നായികി സങ്കല്പങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. നമുക്കറിയാം ഇപ്പോൾ പഴയ സിനിമകൾ, ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് പോലും സിനിമയിലെ നായകൻ എന്നത് ആരോഗ്യ ദൃഢഗാത്രനായ ആളായിരിക്കണം, സൗന്ദര്യമുള്ള ആളായിരിക്കണം. നായിക എന്നത് തീർച്ചയായിട്ടും ഭംഗിയുള്ള സൗന്ദര്യ സങ്കല്പം ഉള്ള സ്ത്രീ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ആയിരുന്നു സിനിമ സഞ്ചരിച്ചിരുന്നത്. എന്നാൽ ഭാരതി രാജയുടെ ചിത്രങ്ങളും പ്രമേയങ്ങളും യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതായിരുന്നു. അത് ഗ്രാമീണ അന്തരീക്ഷത്തിലെ ആയിരുന്നു പല സിനിമകളുടെയും പ്രമേയങ്ങൾ തയ്യാറായത്. അങ്ങനെ നടീനടന്മാരുടെ സൗന്ദര്യ സങ്കല്പമല്ല, മറിച്ച് കഥാപാത്രങ്ങളും വേഷവും അതോടൊപ്പം തന്നെ പ്രമേയവുമാണ് പ്രധാനം എന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ സംവിധായകൻ ആയിരുന്നു ഭാരതി രാജ. ഈ 16 വയതിനിലെ എന്ന ചിത്രത്തിൽ തന്നെ അഭിനയിച്ച കമൽഹാസൻ ആകട്ടെ, രജനീകാന്ത് ആകട്ടെ, ശ്രീദേവി ആകട്ടെ, എല്ലാവരും ഈ പതിവ് സങ്കല്പങ്ങളിൽ നിന്ന് മാറി സഞ്ചരിച്ചുകൊണ്ടായിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചത്. അതുമാത്രവുമല്ല, സിനിമകളുടെ പ്രമേയം എന്നത് നാടകത്തിന് തുല്യമായിരുന്ന ഒരു കാലഘട്ടം. ഒരു നാടകം നമ്മൾ എങ്ങനെയാണോ സ്റ്റേജ് ഷോയായി കാണുന്നത്, അതിന് സമാനമാകുന്ന തരത്തിൽ നായകൻ, നായിക, അങ്ങനെ കേന്ദ്ര കഥാപാത്രങ്ങൾ, അവർക്കിടയിലെ പ്രശ്നങ്ങൾ, ഇതിനെ കേന്ദ്രീകരിക്കുന്ന സിനിമകളായിരുന്നുവെങ്കിൽ പിന്നീട് ഭാരതി രാജ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ ആയിരുന്നു തയ്യാറാക്കിയത്. അത്തരത്തിലുള്ള സിനിമകളായി സിനിമാ ലോകത്ത് തൻ്റെതായ കയ്യൊപ്പ് സ്ഥാപിച്ച വലിയൊരു സംവിധായകൻ ഭാരതി രാജ അന്തരിച്ചിരിക്കുന്നു. സിനിമാ പ്രേമികൾക്ക് മറക്കാനാവാത്ത ഒരുപിടി ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയാണ്. ഒരു ഭാരതി രാജ സ്റ്റൈൽ, ഒരു ടച്ച് എന്ന് പറഞ്ഞാൽ സിനിമാ ലോകത്ത് ഇന്നും സിനിമാ വിദ്യാർത്ഥികൾക്ക് പാഠമാണ് അദ്ദേഹത്തിൻ്റെ പല സിനിമകളും. അദ്ദേഹം അന്തരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, US-ന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതിന് ഇറാനോട് ശക്തമായി പ്രതികരിച്ച് അമേരിക്ക. പ്രതികരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് വലിയ ആക്രമണം ഇറാനിൽ സംഭവിക്കുന്നത്. അവർ ഒരു ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടു, ഞങ്ങൾ പ്രതികരിക്കുന്നു. ട്രംപ് ABC ന്യൂസിനോട് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വലിയ ആക്രമണം ഇറാനിൽ അമേരിക്ക അഴിച്ചുവിടുന്നത്. കടലിൽ നടത്തിയ ആദ്യ ഡ്രോൺ രക്ഷാപ്രവർത്തനമായിരുന്നു ഇതെന്ന് US സെൻട്രൽ കമാൻഡ് വക്താവടക്കം പറഞ്ഞു. തങ്ങളുടെ 2 പൈലറ്റുകളും രക്ഷപ്പെട്ടു. ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററിൽ പെട്ടിരുന്ന 2 പൈലറ്റുകളും രക്ഷപ്പെട്ടു. പ്രധാനപ്പെട്ട വിമാനമാണ്, ഒറ്റ രാത്രി കൊണ്ട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞതിന് പിന്നാലെ വലിയ ആക്രമണം. ഇറാനിലെ വിവിധയിടങ്ങളിലായി സ്ഫോടനങ്ങൾ, സിറിക്ക്, മിനാബ് എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, പ്രവിശ്യകളിൽ, കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ നിരവധി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി വിവരങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. സ്വയം പ്രതിരോധ ആക്രമണങ്ങൾ ആരംഭിച്ചു എന്നാണ് US സെൻട്രൽ കമാൻഡിൻ്റെ വിശദീകരണം. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, നമുക്ക് ആദ്യം അമേരിക്കയുടെ
ആക്രമണത്തിലേക്ക് പോകാം. ഇറാന് തിരിച്ചടിച്ചിട്ടുണ്ട്, അതിലേക്ക് വരാം. അതിനു മുൻപ് അമേരിക്ക ഇത്ര പെട്ടെന്ന് പ്രകോപനം ഉണ്ടാക്കിയത് എന്തായിരുന്നു? അപ്പാച്ചെ ഹെലികോപ്റ്റർ തകരുന്നു, അത് ഇറാനാണ് തകർത്തത് എന്നതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ ആ രാജ്യത്തിന്? അത്തരത്തിൽ സ്ഥിരീകരിക്കാവുന്ന യാതൊരു റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല. അമേരിക്ക പറയുന്ന വിവരം മാത്രമാണ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ ആക്രമിച്ചത് ഇറാനാണ് എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ മൊത്തം 21 സ്ഥലങ്ങളിലാണ് ഇറാൻ ആകെ ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ വരുന്നത്. ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആക്രമണം ഇപ്പോൾ നിലവിൽ നടന്നിരിക്കുന്നത് ജോർദാനിലും അതുപോലെ കുവൈറ്റിലുമാണ്. ബഹ്റൈനിലും ആക്രമണം നടന്നിരുന്നു. ബഹ്റൈനിലുള്ള 5th ഫ്ലീറ്റിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കിയാണ് ഇറാന്റെ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ജോർദാനിലേക്ക് നോക്കുകയാണെങ്കിൽ ജോർദാനിൽ അൽ അസ്രാജ് എന്ന് പറയുന്ന എയർബേസ് ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. അവിടെയാണ് അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള F-35 ഫൈറ്റർ ജെറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ F-35 ഫൈറ്റർ ജെറ്റുകളെ ലക്ഷ്യമാക്കിയും ആക്രമണം നടന്നു. അതുപോലെ IRGC പുറത്തുവിടുന്ന ഒരു പ്രസ്താവനയിൽ പറയുന്നത് US-ന്റെ MQ-9 ഡ്രോൺ അവർ വെടിവെച്ച് വീഴ്ത്തി എന്നാണ്. അതുപോലെ കുവൈറ്റിലും ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ജോർദാൻ ആർമി പറയുന്നത് ആകെ 5 ഇറാനിയൻ മിസൈലുകൾ അവർ ഇന്റർസെപ്റ്റ് ചെയ്ത് വെടിവെച്ചിട്ടു എന്നാണ്. കുവൈറ്റിലും ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവരും ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും തകർത്തതായിട്ട് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ബഹ്റൈനിൽ ഈ ആക്രമണം നടന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. വെബ്കാം എർത്ത് TV വെബ്കാമിൻ്റെ ഒരു വിഷ്വൽസാണ് വന്നത്. ഒരു 3.5 മൈൽ ദൂരത്ത് നിന്നുള്ള ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാവുന്നതാണ് US-ന്റെ 5th ഫ്ലീറ്റ് ആസ്ഥാനം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ നമുക്കറിയാം അജയ്, ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെടുന്നത് തങ്ങളെ ഇറാനെ ആക്രമിക്കരുത് എന്നാണ്. പക്ഷേ ഈ ഹോർമുസിലെ ആക്രമണം അമേരിക്കയെ മാറ്റി ചിന്തിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ മറുപടിയായി ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. 21 കേന്ദ്രങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ടത്. 5ാം കപ്പൽപ്പട താവളങ്ങളും ആക്രമിക്കുന്നു. ബഹ്റൈനിലെ US 5th ഫ്ലീറ്റ് ആസ്ഥാനം, ജോർദാനിലെ അൽ അസ്റാഖ് എയർബേസ്, കുവൈറ്റിലേക്ക് മിസൈൽ വർഷം ഉണ്ടാകുന്നു. അങ്ങനെ 21 കേന്ദ്രങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെ ഈ മറുപടി എന്ന് പറയുമ്പോൾ ഇതിനോടുള്ള തിരിച്ചുള്ള പ്രത്യാക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളത് സുനിശ്ചിതമാണ്. ഒപ്പം നേരത്തെ UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന്റെ ഇത്തരം പ്രവർത്തികളിൽ വലിയ ഖേദം പ്രകടിപ്പിച്ചിരുന്നു, വലിയ എതിർപ്പ് അറിയിച്ചിരുന്നു. അതിനൊക്കെ എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി സംഭവിക്കണം. തങ്ങളുടെ കേന്ദ്രങ്ങളെ, തങ്ങളുടെ രാജ്യങ്ങളെ ഏകപക്ഷീയമായി ആക്രമിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കും സ്വാഭാവികമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഇപ്പോൾ അത്തരം പ്രതികരണങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ബഹ്റൈൻ പറയുന്നത് തങ്ങൾ തിരിച്ചടിക്കാത്തത് തങ്ങളുടെ ദൗർബല്യമായി കണക്കാക്കരുത്, ഇറാന് സ്വന്തം മിസൈലുകളും ഡ്രോണുകളും വെച്ച് പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത തരം പ്രശ്നങ്ങൾ അവർക്ക് ഭാവിയിൽ നേരിടേണ്ടി വരും എന്നുള്ള ഒരു കടുത്ത മുന്നറിയിപ്പ് തന്നെ ബഹ്റൈൻ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ എന്തായാലും ഒരു കടുത്ത ആക്രമണം തന്നെ വ്യാപകമായിട്ട് 21 സ്ഥലങ്ങളിൽ തന്നെ തങ്ങൾ അടിച്ചിട്ടുണ്ട് എന്ന് IRGC പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അതും IRGC പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ വലിയൊരു ഭീഷണി കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് US എന്തെങ്കിലും പ്രതികാര നടപടി എടുക്കാൻ വേണ്ടി നോക്കിയാൽ സംഘർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കും. ക്രഷിംഗ് ആയിട്ട് US-നെ നശിപ്പിക്കുന്നതായിരിക്കും തങ്ങളുടെ പ്രതികരണം എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. ഈ സംഘർഷം വ്യാപിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദി വാഷിംഗ്ടൺ ആയിരിക്കുമെന്നും IRGC പുറത്തുവിട്ടിട്ടുള്ള ആ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്തായാലും വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് ഇറാന്റെ തെക്കൻ മേഖലകളിൽ നടന്ന ആക്രമണത്തിൽ ഒരു 2 ശുദ്ധജല പ്ലാന്റുകൾ ഉൾപ്പെടെ തകരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതാണ് ഇറാനെ ഏറ്റവും അധികം ചൊടിപ്പിച്ചിട്ടുള്ളത്. ഖേഷം ദ്വീപിലും അതുപോലെ തന്നെ ബന്ദർ അബ്ബാസ് മേഖലയിലും നടന്നിട്ടുള്ള ആക്രമണങ്ങൾക്ക് പുറമെ ഈ 2 ശുദ്ധജല പ്ലാന്റുകൾ ഉൾപ്പെടെ തകർത്തത് ഇറാനെ നല്ല രീതിയിൽ രോഷം കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഈ 21 സ്ഥലങ്ങളിലേക്കുള്ള വ്യാപകമായിട്ടുള്ള ഈ അറ്റാക്കിന്റെ പ്രൈം റീസൺ എന്ന് പറയുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു. അതിനുശേഷമാണ് അമേരിക്കയുടെ ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുന്നത്. തിരിച്ചടിക്കുന്ന ഇറാൻ കുവൈറ്റ് അടക്കമുള്ള, ജോർദാൻ അടക്കമുള്ള, ബഹ്റൈൻ അടക്കമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കാണ്. പക്ഷെ നമുക്കറിയാം ഇത്തരം ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ സാധാരണ ജനജീവിതത്തെ പോലും അത് ബാധിക്കത്തക്ക വിധത്തിലാണ് ഈ ആക്രമണങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിൽ ആശങ്കയിലാകുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്.
വരികയാണ്. ഇതിനിടയിൽ നമുക്ക് എന്താണ് അമേരിക്കയുടെ ഹോർമുസിൽ തകർക്കപ്പെട്ട അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ എന്നുകൂടി ഒന്ന് നോക്കണം. ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിലേക്കും ഏറ്റവും കരുത്തുറ്റ ആക്രമണ ഹെലികോപ്റ്ററായിട്ടാണ് അപ്പാച്ചെ വിലയിരുത്തപ്പെടുന്നത്. AH-64 അപ്പാച്ചെ ഗൺഷിപ്പ് ഇത് 70കളിൽ US കരസേനയ്ക്കായി വികസിപ്പിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട ഹെലികോപ്റ്ററാണ്. ടാങ്കറുകൾ തകർക്കുക, കരസേനയ്ക്ക് വ്യോമ പിന്തുണ നൽകുക, രാവും പകലും ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കുക എന്നിങ്ങനെ വളരെ പ്രധാനപ്പെട്ട സേവനങ്ങൾ നൽകുന്ന ഹെലികോപ്റ്ററുകൾ കൂടിയാണിത്. 1986 അമേരിക്കൻ സേനയുടെ ഭാഗമായി ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ മാറുന്നത്. പിന്നീട് ഈ സൈനിക രംഗത്തെ, വ്യോമയാന രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായി അങ്ങനെ അപ്പാച്ചെ ഹെലികോപ്റ്റർ മാറുകയാണ്. നിരവധി പതിപ്പുകൾ പിന്നീട് ഇതിൻ്റെ പുറത്തിറങ്ങി. ഇവയിൽ ഏറ്റവും ആധുനികമാണ് ഈ AH-64 എന്ന അപ്പാച്ചെ ഗാർഡിയൻ. ഇതാണ് തകർക്കപ്പെട്ടത് ഹോർമുസ് കടലിടുക്കിൽ. 2 പേർ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയെന്നാണ്. ഒരു കോ പൈലറ്റും മറ്റൊന്ന് ഒരു ഗണ്ണറും. ഈ ഗണ്ണറാണ് ഇത്തരം ശത്രുക്കളെ നിരീക്ഷിക്കുകയും ഒപ്പം ഈ മിസൈലുകൾ ഹെലികോപ്റ്ററിൽ നിന്നുള്ള ആയുധങ്ങൾ വിക്ഷേപിക്കുകയും മറ്റും ചെയ്യുക. 300 കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 100ഓളം കിലോമീറ്ററുകൾ ഇതിൻ്റെ പോരാട്ട പരിധിയുണ്ട്. വെടിയുണ്ടകളെ ചെറുക്കാനൊക്കെ, ചെറിയ തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടകളെ ചെറുക്കാനൊക്കെ ഇതിൻ്റെ പുറം ചട്ടയ്ക്കാകും എന്നുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്. അതുമാത്രമല്ല, ശത്രുക്കളുടെ ഭീഷണികൾ കണ്ടെത്താം, ശത്രു മിസൈലുകളെ പ്രതിരോധിക്കാം, അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ വലിയ പോരാട്ടത്തിൽ പങ്കാളികളായിട്ടുള്ള ഹെലികോപ്റ്റർ കൂടിയാണിത്. ഗൾഫ് യുദ്ധത്തിലൊക്കെ അമേരിക്കയുടെ പ്രധാന ആയുധങ്ങളിൽ ഒന്നായിരുന്നു ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്ററാണ് തകർക്കപ്പെട്ടത്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചത്. ഇതിനിടയിൽ ഇറാന്റെ മേഖലയ്ക്കടുത്തുള്ള വിദേശ സേനകൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. വിദേശ സേനകൾ മേഖല വിടണമെന്നാണ് ആവശ്യം. ആക്രമണത്തിന് ഇടയിൽ പെട്ടേക്കും. അതിനു മുൻപ് ഇറാൻ അതിർത്തിക്കടുത്തുള്ള എല്ലാ സേനകളും ഇവിടെ നിന്ന് സ്ഥലം വിടണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തുണ്ടാവുകയാണ്. ഇവിടുത്തെ സാന്നിധ്യം അവർക്ക് തന്നെ ഭീഷണിയാണെന്നും നിരന്തരമായ ഭീഷണി ഉള്ളതിനാൽ അപകടത്തിൽ പെട്ടേക്കാമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല പരിഹാരം ഇവർ പിൻവാങ്ങുക എന്നാണെന്ന് IRGC മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത്തരത്തിൽ വലിയ നമുക്കറിയാം, നിരവധി സേനകൾ ഇറാന്റെ പരിസരത്ത് ഉണ്ട്. അത് അമേരിക്കയുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്. ഇവർക്കുള്ള മുന്നറിയിപ്പാണ് ഇത് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറഗ്ചി നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് അമേരിക്കയുടെ, പ്രത്യേകിച്ചും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അടക്കം പെന്റഗൺ പോളിസി ചീഫ് എൽബ്രിഡ്ജ് കോൾബി അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെയും സൈനിക ഭരണ തലപ്പത്തിലുള്ള പ്രമുഖരെയും ഇസ്രായേൽ കർശനമായി നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് കിട്ടിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ. നമുക്കറിയാം, അമേരിക്കയും ഇസ്രായേലും വലിയ രമ്യതയിൽ സംയുക്ത പങ്കാളികളായി പല യുദ്ധങ്ങളും നടത്തുന്ന ആളുകളാണ്. ഇവർക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ ഒരാശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം ഇറാനുമായി US നടത്തുന്ന സമാധാന ചർച്ചകളുടെ കരാറുകൾ ചോർത്തിയെടുക്കുക എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികളെയും പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ ഉദ്യോഗസ്ഥരെയും ഇസ്രായേൽ ഏജൻസികൾ അതീവ രഹസ്യമായി നിരീക്ഷിക്കുന്നു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട US രഹസ്യാന്വേഷണ വിഭാഗം കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ചില ശത്രു രാജ്യങ്ങളൊക്കെ ഇത്തരം നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ തന്നെയാണെങ്കിലും അവരുടെ മൊസാദിനെ ഉപയോഗിച്ച് ഇറാനിലും ഇറാഖിലും പലസ്തീനിലുമൊക്കെ വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അമേരിക്കയെ തന്നെ നിരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ശത്രുരാജ്യങ്ങളെക്കാൾ വലിയ കൗണ്ടർ ഇൻ്റലിജൻസ് സുരക്ഷാ ഭീഷണിയാണ് ഇസ്രായേൽ ഉയർത്തുന്നത് എന്നാണ് ഇപ്പോൾ പെന്റഗൺ വിലയിരുത്തിയിരിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അജയ് സുധാ ബിജു തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അജയ്, ഇതിപ്പോൾ ചെറിയ കാര്യമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ തന്നെ ഈ അമേരിക്കയും ഇറാനുമായുള്ള ചർച്ചകൾ, സമാധാന ശ്രമങ്ങളൊന്നും പിടിക്കാത്ത ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. യുദ്ധം വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. അവരാണ് ഇപ്പോൾ അമേരിക്കയെ നിരീക്ഷിക്കുന്നു എന്നുള്ളത് വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ സമ്മതിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്? രഞ്ജിത്ത്, ഇതിൽ US ഭയപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ അമേരിക്കയ്ക്ക് നേരെ ഒരു രഹസ്യാന്വേഷണ നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഈ പുറത്തു നിന്നുള്ള ശത്രുക്കളുടേതായിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മറ്റ് രഹസ്യം ചോർത്തൽ മാത്രമാകില്ല ഉണ്ടാവുക. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ നിരവധി ഇസ്രായേൽ അനുകൂലികളുണ്ട്. ഇസ്രായേൽ മാഫിയ എന്നുള്ള പേരിൽ ഒരു സംഘം അമേരിക്കക്കകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യം തന്നെയാണ്. മുൻപ്
ഇപ്പോൾ US കൊല്ലപ്പെട്ടിട്ടുള്ള ജോൺ എഫ് കെന്നഡി, അദ്ദേഹത്തിൻ്റെ മരണത്തിന് തന്നെ ഇടയാക്കിയത് ഇത്തരത്തിലുള്ള ഇസ്രായേൽ മാഫിയ ആണ് എന്നുള്ള തരത്തിലുള്ള ഒരു തിയറികളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അപ്പോൾ US പല എലക്ഷൻസിനെയും നിയന്ത്രിക്കാൻ തക്കവണ്ണമുള്ള ശേഷി ഇത്തരം ഇസ്രായേൽ മാഫിയകൾക്കുണ്ട്. അവർക്ക് വലിയൊരു വോട്ട് ബാങ്കുമുണ്ട്. ഈ ഒരു ഇസ്രായേലിനെ പിന്തുണച്ചാൽ വലിയ തരത്തിൽ വോട്ട് കിട്ടുന്ന ഒരു പ്രതിഭാസം കൂടി US പല ആവർത്തി കണ്ടിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ US നേരെ ഒരു രഹസ്യാന്വേഷണ നീക്കം നടത്തിയാൽ അതിന് US നിന്ന് തന്നെ പിന്തുണ ലഭിക്കുമോ എന്നുള്ള ആശങ്ക തീർച്ചയായിട്ടും അമേരിക്കയ്ക്കുണ്ട്. മാത്രമല്ല, പ്രത്യേകിച്ച് ഈ രഹസ്യം ചോർത്തുന്നു എന്നുള്ള രീതിയിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പേരുകൾ എന്ന് പറയുന്നത് സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ ആണ്. അതുപോലെ പെൻറ്റഗൺ പോളിസി ചീഫായിട്ടുള്ള എൽബർട്ട് കോൾസിയുടേതാണ്. ഇതിൻ്റെ കൂടെ പുറത്തു വരാൻ സാധ്യതയുള്ള മറ്റൊരു പേര് ജാരഡ് കുഷ്ണറുടെ ആണ്. അദ്ദേഹത്തിൻ്റെ പേരും തീർച്ചയായിട്ടും ഈ ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഈ ന്യൂയോർക്ക് ടൈംസ് ആണ് ഇപ്പോൾ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. ട്രംപ് തന്നെ പലതവണ തള്ളിക്കളഞ്ഞിട്ടുള്ളൊരു മാധ്യമമാണ് ന്യൂയോർക്ക് ടൈംസ്. അവർ പുറത്തുവിടുന്ന എല്ലാം വ്യാജ വാർത്തകളാണ് എന്നാണ് ട്രംപ് ഇതിനു മുൻപേ പല ആവർത്തി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ US അധികൃതരൊന്നും തന്നെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ US വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം യുദ്ധത്തിൽ ഇസ്രായേലിന് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ട് എന്നാണ്. ഇപ്പോൾ ട്രംപിൻ്റേതാണെങ്കിലും നെതന്യാഹുവിൻ്റേതാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള ചില നീക്കങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് US ഇസ്രായേലും തീർച്ചയായിട്ടും രണ്ട് ദിക്കുകളിലാണ് ഈ യുദ്ധത്തെ സംബന്ധിച്ച് സഞ്ചരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ആണവായുധ വിഷയങ്ങളിൽ ഉൾപ്പെടെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും നടത്താൻ അവർ തയ്യാറല്ല. പക്ഷേ US ഇപ്പോൾ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെ ഇറാനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉൾപ്പെടെ അവസാനിപ്പിക്കണം എന്നുള്ള കർശന നിർദ്ദേശം US നൽകിയത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം കൂടുതൽ വഷളായിട്ടുണ്ട്. US ആക്രമണം നടത്തിയതോടുകൂടി ഇനി മേഖലയിലെ സാഹചര്യം, അതുപോലെ ഇസ്രായേലിൻ്റെ നിലപാട്, അതടക്കം നമുക്ക് ഇനി ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണേണ്ട ഘടകങ്ങൾ തന്നെയാണ്. ശരി, അജയ് സുധാ ബിജുവാണ് വിശദമായി തന്നെ ആ വിഷയം വിശദീകരിച്ചത്. ഇതിനിടയിൽ ഈ ഇറാൻ US യുദ്ധം ഇങ്ങനെ തുടരുകയാണ്. ഹോർമുസിൽ വലിയ പ്രതിസന്ധിയുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, രാജ്യാന്തര വിപണിയിൽ നിന്നുള്ള പ്ലാറ്റിനം ലഭ്യത വല്ലാതെ കുറഞ്ഞു. അതിലൂടെ സംഭവിച്ച കാര്യം, കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് രാജ്യത്ത് വലിയ ക്ഷാമം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. കീമോതെറാപ്പിക്ക് വ്യാപകം ഉപയോഗിക്കുന്ന സിസ്പ്ലാറ്റിൻ, കാർബോപ്ലാറ്റിൻ, ഒക്സാൽപ്ലാറ്റിൻ മരുന്നുകൾക്കാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. മാസങ്ങളായി നമുക്കറിയാം ഹോർമുസ് ഈ മേഖലയിൽ വലിയ പ്രതിസന്ധിയുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇത് അതിരൂക്ഷമായി മാറുകയാണ്. ആശുപത്രികളിലെ മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെ മരുന്നുകൾ ഇപ്പോൾ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളാണ്. അർബുദ രോഗത്തിലുള്ള കീമോതെറാപ്പിക്കാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. സിസ്പ്ലാറ്റിൻ, കാർബോപ്ലാറ്റിൻ തുടങ്ങിയ മരുന്നുകൾ നിർമ്മിക്കുന്ന പ്ലാറ്റിനത്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നതാണ്. ഈ പ്ലാറ്റിനവുമായി UAE നിന്നും മറ്റും പുറപ്പെട്ട നിരവധി കപ്പലുകൾ ഇപ്പോൾ ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇന്ത്യയുടെ ഈ ക്യാൻസർ മേഖലയെ ബാധിച്ചിരിക്കുന്നത്. UAE ആണ് നമ്മൾ പ്ലാറ്റിനത്തിനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. തായ്ലൻഡും ടാൻസാനിയയും UK-യും ദക്ഷിണാഫ്രിക്കയും ഒക്കെ ഈ ലോഹം ഇറക്കുമതി അവിടെ നിന്നൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും പശ്ചിമേഷ്യൻ യുദ്ധവും തുടർന്നുണ്ടായ ഹോർമുസ് പ്രതിസന്ധിയും മറ്റും ലഭ്യതയിൽ വലിയ കുറവുണ്ടാക്കി. അതുപോലെ ഇറക്കുമതി ചിലവ് വല്ലാതെ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാക്കി. അങ്ങനെ കീമോതെറാപ്പിക്ക് വിധേയരായിരിക്കൊണ്ടിരിക്കുന്ന രോഗികളെ ഏറ്റവും അധികം ഈ മരുന്ന് ക്ഷാമം ബാധിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ആശങ്കാജനകമായ വിവരം. മറ്റു വാർത്തയിലേക്ക് പോകണം. കഴിഞ്ഞ 2 ദിവസമായി പാക് അധിനിവേശ കശ്മീരിൽ വലിയ തോതിലുള്ള സംഘർഷം തുടരുകയാണ്. കശ്മീർ സുരക്ഷാ സേനയും അവിടുത്തെ പ്രാദേശികമായ പ്രതിഷേധക്കാരും തമ്മിലാണ് വലിയ സംഘർഷം ഉടലെടുത്തിരിക്കുന്നത്. മരണം 30 എന്നുള്ള വാർത്തയാണ് ആശങ്കയുണ്ടാക്കുന്നത്. 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. JSC, അതായത് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന സംഘടനയെ അധികൃതർ നിരോധിച്ചതിന് പിന്നാലെയാണ് ഈ വലിയ സംഘർഷം അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. മേഖലയിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിനെ അടിച്ചമർത്താനുള്ള ശ്രമം പാക് സൈന്യത്തിൻ്റെ, അവിടുത്തെ പാക് പട്ടാളത്തിൻ്റെ, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതാണ് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത്. ക്രമസമാധാനം, സുരക്ഷ, ഒപ്പം തൊഴിലില്ലായ്മ അടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. ആദ്യം ഒരു വ്യാപാരി വെടിയേറ്റ് മരിച്ചു. തുടർന്ന് വലിയ സംഘർഷമുണ്ടായി. വ്യാപാരിയുടെ മൃതദേഹവുമായുള്ള ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ വലിയ തോതിലുള്ള ആൾക്കൂട്ടമുണ്ടായി. അവർ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും മറ്റും ചെയ്തു. പിന്നീടാണ് ഇത്തരത്തിൽ ഉള്ള കൊലപാതകങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മാരക ആയുധങ്ങളടക്കം ഈ പ്രദേശവാസികൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രയോഗിച്ചു എന്നാണ് പട്ടാളം പറയുന്നത്. പക്ഷേ
പട്ടാളം പുറത്തുവിടുന്ന അല്ലെങ്കിൽ അധികൃതർ പുറത്തുവിടുന്ന മരണസംഖ്യ ശരിയല്ലെന്നും നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുമാണ് പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിലെ വിമത നേതാക്കൾക്കെതിരെ അതിരൂക്ഷ പരാമർശവുമായി ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത്. വിമതരെ വഞ്ചകർ എന്ന് വിളിച്ച റാവുത്ത് അവരെ തെരുവിൽ വെച്ച് ചെരുപ്പ് കൊണ്ട് അടിക്കണമെന്നാവശ്യപ്പെട്ടു. TMCയുടെ മുതിർന്ന നേതാവും ലോക്സഭാ എംപിയുമായ കീർത്തി ആസാദ് വിമതരെ വിമർശിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് റാവുത്തിന്റെ പരാമർശം. കഴിഞ്ഞ ദിവസം മുതലാണ് TMCയിൽ ഉൾപാർട്ടി പരാമർശം വലിയ തോതിൽ ഗംഭീരമായി വന്നത്. 20ഓളം MPമാർ ഇതിനകം മമതയെ വിട്ടുപോയിട്ടുണ്ട്. ഭൂരിഭാഗം MLAമാരും ഇപ്പോൾ മമതയ്ക്കൊപ്പമല്ല. അവർ പ്രത്യേക പാർട്ടി രൂപീകരിച്ച് പാർലമെന്റിലും നിയമസഭയിലും മറ്റും അവരുടെ സാന്നിധ്യം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഈ വലിയ പ്രതിസന്ധികൾക്കിടയിലാണ് ഈ വിമർശനം സഞ്ജയ് റാവുത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മമതാ ബാനർജി തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുമോ? മമതയുടെ പാർട്ടി തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന്. കാരണം അടിത്തറ ഇളയിരിക്കുകയാണ് മമതാ ബാനർജിയുടെ, സംശയമില്ല. മമതയ്ക്ക് തങ്ങളുടെ ഒപ്പമുള്ള ജനപ്രതിനിധികളെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 29 ലോക്സഭാ MPമാരിൽ 20 പേരും കളം വിട്ടു. അതുമാത്രമല്ല നിയമസഭയിലെ MLAമാരിൽ മൂന്നിൽ 2 ആളുകളും മമതയെ വിട്ടുപോയി. അവർ പ്രത്യേക ഘടകമായിരിക്കുകയാണ്. അതുകൊണ്ട് മമതയ്ക്ക് BJP എന്ന വലിയ ശക്തിയെ നേരിടാൻ ഒരു താങ്ങ് ആവശ്യമാണ്. സ്വാഭാവികമായും താൻ 96-ൽ വിട്ട പാർട്ടി അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമം മമത ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഇന്നലെ മമതാ ബാനർജി സോണിയാഗാന്ധിയുമായി 10 ജൻപത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. സാധാരണയായി ഇന്ത്യ മുന്നണി യോഗത്തിൽ മമത പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ മമത ആദ്യം മുതൽ അവസാനം വരെ കാര്യമായി പങ്കെടുത്തു. സോണിയാഗാന്ധിയെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. 2021-ലായിരുന്നു അവസാനത്തെ കൂടിക്കാഴ്ച 10 ജൻപതിലുണ്ടായിരുന്നത്. അവിടെ എത്തി ഇന്നലെ മമതാ ബാനർജി കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. വിമതശല്യം രൂക്ഷമായി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നിരവധി തിരിച്ചടികളുണ്ട്. പത്മവ്യൂഹത്തിലാണ് മമതാ ബാനർജി. ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരിക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതിന് കോൺഗ്രസിനെ ആശ്രയിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ മുന്നണിയിൽ പ്രധാന കക്ഷിയായി നിൽക്കുകയും ഒപ്പം കോൺഗ്രസുമായി ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ അസ്തിത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട നീക്കം മമതാ ബാനർജിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതിന് വേണമെങ്കിൽ കോൺഗ്രസിൽ ലയിക്കാനും അവർ തയ്യാറാകും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ വലിയ റെയ്ഡ് മമതാ ബാനർജിയുടെ വസതിയിൽ നടന്നത്. മറ്റാരുമല്ല, CID മമതാ ബാനർജിയുടെയും അഭിഷേക് ബാനർജിയുടെയും വസതികളിൽ റെയ്ഡ് നടത്തി. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ പരിശോധനയുണ്ടായി. തൃണമൂൽ കോൺഗ്രസ് MLAമാരുടെ ഒപ്പുകൾ അവർ വ്യാജമായി ചമച്ചു എന്നുള്ള പരാതിയിലെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ഉണ്ടായത്. സെർച്ച് വാറണ്ടുമായി എത്തിയായിരുന്നു പരിശോധന. തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറിയും മമതയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിയുടെ വസതിയിലും ഓഫീസിലും CID സംഘം ഒരേ സമയം പരിശോധന നടത്തി. സംസ്ഥാന അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ ആണ് എത്തി പരിശോധന നടത്തിയത്. വനിതാ ഉദ്യോഗസ്ഥരടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇതിനെതിരെ മമതയുടെ പാർട്ടിക്കാർ പ്രതിഷേധിച്ചു എങ്കിൽ പോലും കൃത്യമായി തെരച്ചിൽ നടത്തി ചില രേഖകളുമായാണ് CID സംഘം മടങ്ങിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വരും ദിവസങ്ങളിലും സമാനമായ പരിശോധന തുടരും എന്നാണ്. ഈ പരിശോധന നടക്കുന്ന സമയത്ത് മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിയിലായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. ചരിത്രപരമായ ഒരു നാഴികക്കല്ല് പിന്നിടുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഈ ബുധനാഴ്ച ദിവസം സ്വതന്ത്ര ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലെത്തിരുന്ന റെക്കോർഡ് ഇന്ന് നരേന്ദ്രമോദി സ്വന്തമാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി പദവിയിൽ 4399 ദിവസമാണ് അദ്ദേഹം പൂർത്തിയാക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ്, അതായത് 4398 ദിവസമാണ് മോദി മറികടക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് ഇപ്പോഴും നെഹ്റുവിൻ്റെ പേരിലാണ്. അത് 6130 ദിവസമാണ്. കാരണം അദ്ദേഹം ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം
1947 ഓഗസ്റ്റ് 15 നെഹ്റു തെരഞ്ഞെടുപ്പില്ലാതെ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുകയായിരുന്നു. 1947 മുതൽ 52 വരെയുള്ള 5 വർഷം ഇടക്കാല സർക്കാരിന് അദ്ദേഹം നേതൃത്വം നൽകി. അത് ഈ കണക്കിൽ വരില്ല. അത് നോക്കുകയാണെങ്കിലാണ് നെഹ്റു മുന്നിലുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി ഇരിക്കുന്ന റെക്കോർഡ് മറ്റാരുമല്ല, സാക്ഷാൽ നരേന്ദ്രമോദിക്ക് തന്നെയാണ്. നമുക്ക് നരേന്ദ്രമോദിയുടെ ഈ 12 വർഷക്കാലം ഒന്ന് പരിശോധിക്കണം. വളരെയധികം വികസന പ്രവർത്തനങ്ങൾ രാജ്യം അതിവേഗം കുതിച്ച 12 വർഷക്കാലമാണ് പ്രധാനമന്ത്രി പദത്തിലിരുന്ന മോദിയുടെ ഈ കാലയളവിൽ സംഭവിച്ചത്. അതിലേറ്റവും പ്രധാനമായുള്ളത് നമ്മുടെ GDP വളർച്ചയാണ്. GDP വളർച്ച മോദി വരുമ്പോൾ ശരാശരി 7%, മൻമോഹൻ സിംഗിൻ്റെ കാലത്തുണ്ടായിരുന്നു വാർഷിക GDP. പക്ഷേ കോവിഡ് കാലത്ത് GDP നെഗറ്റീവിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലം, ഒരുപക്ഷേ നരേന്ദ്രമോദി ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് കോവിഡ് സമയമായിരുന്നു. പക്ഷേ അതിവേഗം ആ GDP തിരിച്ചു കയറുന്ന സംഗതി നമ്മൾ കണ്ടു. അത് മോദി മാജിക്കിലൂടെ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. 2014 2 ട്രില്യൺ എക്കോണമി ആയിരുന്നു നമ്മുടേത് എങ്കിൽ ഇന്നിപ്പോൾ 4.1 ട്രില്യൺ ഡോളറിലേക്ക് നമ്മുടെ എക്കോണമി എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 5 ട്രില്യണിലേക്ക് അതെത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നരേന്ദ്രമോദിക്കുള്ളത്. ഇന്ത്യയുടെ റാങ്കിങ് ലോക സമ്പദ് ശക്തികളിൽ 10 നിന്ന് 6ലേക്ക് എത്തിക്കാനും നരേന്ദ്രമോദിയുടെ ഈ 12 വർഷത്തെ ഭരണകാലം സഹായിച്ചു. നോട്ട് അസാധുവാക്കൽ പലരും നെറ്റി ചുളിച്ച ഒരു സംഭവമായിരുന്നു. നോട്ട് അസാധുവാക്കൽ ഒരു രാത്രി കൊണ്ട്, അതായത് 2016 നവംബർ 8 രാത്രി കൊണ്ട് 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾക്ക് കടലാസിൻ്റെ വില പോലും ഇല്ലാതെയായ പശ്ചാത്തലമായി. കള്ളപ്പണം തടയൽ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം വെച്ചിരുന്നു. ഇതിൻ്റെ നേട്ടവും കോട്ടവും സംബന്ധിച്ച് ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതിൻ്റെ ആത്യന്തിക ഗുണം പല മേഖലകളിലും സംഭവിച്ചു എന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അതുമാത്രമല്ല, രാജ്യത്തെ UPI ഉപയോഗം, ഡിജിറ്റൽ പണമിടപാടുകളുടെ സ്വീകാര്യത കുതിച്ചു കയറുകയാണ്. UPI ഉപയോഗം രാജ്യമെമ്പാടും വ്യാപിക്കുന്നു. അതുമാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലും നമ്മുടെ UPI ഉപയോഗിക്കുന്ന സംവിധാനം നിലവിൽ വരികയാണ്. പ്രതിമാസം ശരാശരി 2300 കോടി UPI ഉപയോഗം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 30 ലക്ഷം കോടി രൂപയ്ക്കടുത്താണ് മുഴുവൻ ഇതുവരെയുള്ള UPI ബന്ധപ്പെട്ട ഉപയോഗം എന്ന് ഉള്ള കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം നരേന്ദ്രമോദി കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ജൻധൻ അക്കൗണ്ട്. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം, അതിന് 1ാം മോദി സർക്കാർ ഏർപ്പെടുത്തിയ ശ്രദ്ധേയമായ പദ്ധതിയായി മാറി. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്. അതിൽ 58 കോടിയിലധികം ജനം ഇപ്പോൾ ഈ ജൻധൻ അക്കൗണ്ട് വഴി തങ്ങൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് സൃഷ്ടിച്ചു. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നതും പ്രത്യേകതയാണ്. അതുമാത്രമല്ല, അതിൻ്റെ മൊത്തം നിക്ഷേപ മൂല്യം ഏതാണ്ട് 3 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ള കണക്ക് കൂടി പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊന്ന്, 10 കോടിയിലേറെ കണക്ഷനുകൾ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ ഉജ്ജ്വല യോജന പദ്ധതിയായിരുന്നു. അത്തരം കണക്ഷനുകൾക്ക് വന്നു. അതിൽ കേരളത്തിൽ മാത്രം 4 ലക്ഷം ഉജ്ജ്വല യോജനയിലൂടെ ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടി എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വലിയൊരു നേട്ടമായി മാറി. PMAY പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 2 കോടിയിലേറെ പേർക്ക് വീടുകൾ നൽകാനും ഈ 12 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതുമാത്രമല്ല, എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം എന്ന പേരിൽ ഏർപ്പെടുത്തിയ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 44 കോടി പേർ ഇപ്പോൾ അംഗങ്ങളാണ് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കണക്ക്. അതുമാത്രമല്ല, നരേന്ദ്രമോദിയുടെ ഇന്ത്യയുടെ റെയിൽവേ സ്വപ്നങ്ങൾക്ക് ചിറകേറിയ ഒന്നായിരുന്നു വന്ദേ ഭാരത് ട്രെയിനുകൾ. രാജ്യത്താകെ ഇപ്പോൾ ഏതാണ്ട് 100-ലേറെ വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതിൻ്റെ എണ്ണം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന് ദേശീയപാതകളുടെ വികസനമാണ്. നമുക്കറിയാം, അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും പ്രധാനമായുള്ളത്. മോദി വരുമ്പോൾ കേവലം 91,000 കിലോമീറ്റർ മാത്രമായിരുന്നു നമ്മുടെ ദേശീയപാതയുടെ നീളമെങ്കിൽ ഇപ്പോൾ അത് 1.4 ലക്ഷം, ഏതാണ്ട് ഇരട്ടിക്കടുത്ത് കിലോമീറ്റർ ദേശീയപാത നിർമ്മാണം സംഭവിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് വിദേശ നാണ്യ ശേഖരവുമായി ബന്ധപ്പെട്ടാണ്. 31,300 കോടി ഡോളർ ആയിരുന്നത് ഏതാണ്ട് 70,000 കോടി ഡോളർ ഇരട്ടിയിൽ കൂടുതലാക്കി വർദ്ധിപ്പിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. പ്രതിരോധ രംഗത്ത് 2013 കേവലം 700 കോടി മാത്രമായിരുന്നു നമ്മുടെ പ്രതിരോധ കയറ്റുമതി എങ്കിൽ ഇപ്പോൾ അത് 38,000 കോടി, എത്രയോ ഇരട്ടിയാണ് എന്നുള്ളത് നമ്മൾ ചേർത്ത് വെക്കണം. പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് സ്വന്തമായ ഒരു അസ്തിത്വം ഉണ്ടായത് നരേന്ദ്രമോദിയുടെ 12 വർഷ കാലയളവിലായിരുന്നു എന്നതിന് സംശയമില്ല. ഇത് വരും വർഷങ്ങളിൽ 50,000 കോടിയാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം.
പക്ഷേ നിരവധി പ്രതിസന്ധികളും തിരിച്ചടികളും ഒക്കെ മോദിക്ക് സംഭവിക്കുന്നുണ്ട്. അതിലൊന്ന് ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധമാണ്. തുടർന്നുണ്ടായ ആഗോള പ്രതിസന്ധിയിൽ രൂപയുടെ മൂല്യം വല്ലാതെ കുറഞ്ഞു എന്നുള്ളത് മോദിയെ ചില്ലറയൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്. രൂപയുടെ മൂല്യം മോദി അധികാരത്തിൽ വന്ന് 2014 $58 ആയിരുന്നുവെങ്കിൽ ഈ $58 ആയിരുന്നുവെങ്കിൽ സമീപകാലത്ത് രൂപ ഇപ്പോൾ 96 ഇടിഞ്ഞ ഒരു പശ്ചാത്തലം സംഭവിക്കുകയാണ്. അതായത് $1 96 എന്ന നിലയിലേക്ക് ഇടിഞ്ഞു. നേരത്തെ 58 രൂപ കൊടുത്തിരുന്നെങ്കിൽ $1 കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ 96 മുകളിൽ രൂപ കൊടുത്താൽ മാത്രമാണ് ഡോളർ നമുക്ക് ലഭ്യമാവുക. ഇതാണ് നരേന്ദ്രമോദിയുടെ 12 വർഷക്കാലത്തെ പ്രധാന നേട്ടങ്ങളും കോട്ടങ്ങളും. മറ്റൊരു വാർത്ത വരുന്നത് DK ശിവകുമാറുമായി ബന്ധപ്പെട്ടാണ്. DK ശിവകുമാർ എന്നും വാർത്തയിൽ നിറയുന്ന ആളാണ്. ഇപ്പോൾ മന്ത്രിസഭ മാറ്റത്തിന് ശേഷം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത DK ശിവകുമാറിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെക്കുന്നത്. മറ്റൊന്നുമല്ല, പ്രവർത്തകർ അദ്ദേഹത്തിന് ഒരു വലിയ ആപ്പിളിൻ്റെ മാല സമ്മാനിച്ചു. അത് ക്രെയിനിലും മറ്റും പൊക്കിയാണ് ഈ മാല DK ശിവകുമാറിൻ്റെ കഴുത്തിൽ അണിഞ്ഞത്. DK ശിവകുമാർ അത് പൂർണ്ണമായും കഴുത്തിൽ അണിഞ്ഞില്ല, പ്രതീകാത്മകമായി അണിഞ്ഞു. അതിനുശേഷം ഈ പകുതി കടിച്ച ആപ്പിൾ പ്രവർത്തകർക്ക് നേരെ എറിഞ്ഞുകൊടുത്താണ് കർണാടക മുഖ്യമന്ത്രി പ്രവർത്തകരോടുള്ള തൻ്റെ സ്നേഹം പങ്കുവച്ചത്. 1 or 2 അല്ല, നിരവധി ആപ്പിളുകൾ അങ്ങനെ അദ്ദേഹം എറിഞ്ഞുകൊടുത്തു. കടിച്ചതിന് ശേഷം അത് ഏറ്റുവാങ്ങാൻ നിരവധി പ്രവർത്തകരുണ്ടായിരുന്നു എന്നുള്ളതാണ് അത്ഭുതം. ശിവകുമാറിൻ്റെ മണ്ഡലമായ കനക്പുരയിൽ ജനാശീർവാദ റാലിയിൽ പങ്കെടുക്കവെയാണ് ഈ സംഭവം ഉണ്ടായത്. മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ ജനങ്ങളെ കാണാൻ എത്തിയതായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടെ. അതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ സംഭവിച്ചത്. പക്ഷേ ഇതിനെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ശിവകുമാറിനെതിരെ രംഗത്ത് വന്നവരുടെ കമൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ശിവകുമാറിൻ്റെ ഫ്യൂഡൽ മനോഭാവമാണ് പുറത്തു വന്നതെന്നാണ് BJPയുടെ വിമർശനം. സംഭവത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേഗത്തിൽ പ്രചരിക്കുകയുണ്ടായി. പ്രതിപക്ഷം വൻതോതിൽ വിമർശനമുയർത്തി. സാമൂഹ്യ മാധ്യമങ്ങളിലും സംഭവം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. സത്യവാങ്മൂലത്തിൽ ഒരു കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നുള്ള BJPയുടെ പരാതിയെ തുടർന്നാണ് ഈ പത്രിക തള്ളിയത്. BJPയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി മഹേഷ് കേവാഡാണ് ഈ പരാതിയുമായി രംഗത്ത് വന്നത്. തെലങ്കാനയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ക്രിമിനൽ കേസ് മീനാക്ഷി മനഃപൂർവ്വം മറച്ചുവെച്ചുവെന്നായിരുന്നു മഹേഷിന്റെ പരാതി. തെലങ്കാനയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കൂടിയാണ് മീനാക്ഷി. അതേസമയം ഈ മീനാക്ഷിക്കെതിരെ കേസുകളൊന്നും ഇല്ല എന്നും അവരെ അപമാനിക്കാനാണ് BJP ഇത്തരം കേസുകൾ കൊണ്ടുവന്നതെന്നുമാണ് മധ്യപ്രദേശിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ഹരീഷ് ചൗധരി പറഞ്ഞത്. നമുക്കറിയാം, മധ്യപ്രദേശിൽ BJPക്ക് 2 രാജ്യസഭാ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ജയിപ്പിക്കാനാകുക. പക്ഷേ അവർ ഒരാളെ കൂടെ നിർത്തിയിരുന്നു. ഇപ്പോഴത്തെ പുതിയ തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായതിനു ശേഷം പത്രിക തള്ളിയതിനു ശേഷം 3ാമത്തെ BJP സ്ഥാനാർത്ഥി കൂടി രാജ്യസഭയിലേക്ക് ജയിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജൂൺ 18 നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം സമീപിക്കുകയും വേണമെങ്കിൽ നിയമ പോരാട്ടത്തിലേക്ക് കോടതിയിലേക്കും മറ്റും പോകുമെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയുടെ IPOയ്ക്കായി കാത്തിരിക്കുകയാണ് വിപണി. ഈ ആഴ്ച ആ IPO പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. തൻ്റെ തനതായ രീതിയിലുള്ള ബിസിനസ് രീതികൾ ഈ IPOയിലേക്കും കൊണ്ടുവരാനാണ് മസ്കിൻ്റെ ശ്രമം. $75 ബില്യൺ റെക്കോർഡ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണ് വാൾ സ്ട്രീറ്റ് പ്രതീക്ഷിക്കുന്നത്. മസ്ക് ഓഹരിയുടെ വിലയും നിശ്ചയിച്ചു. സ്വന്തമായി $135 ആ വില നിശ്ചയിച്ചിരിക്കുകയാണ്. നിക്ഷേപകരുടെ താല്പര്യവും അഭിപ്രായവും ഒന്നും കണക്കിലെടുക്കാതെയാണ് ഈ വില നിശ്ചയിച്ചത് എന്നുള്ള ആക്ഷേപമുണ്ട്. എങ്കിൽ പോലും മസ്കിൻ്റെ IPO കാരണം പല കമ്പനികളും തങ്ങളുടെ IPO മാറ്റിവെച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിൽ കമ്പനി ലാഭത്തിലല്ല, പക്ഷേ എങ്കിലും വലിയ തോതിലുള്ള ഡിമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. IPOയ്ക്ക് ശേഷവും കമ്പനിയുടെ 81.5% വോട്ടിംഗ് അധികാരം മസ്കിൻ്റെ കൈകളിൽ തന്നെ നിൽക്കത്തക്ക രീതിയിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. $75 ബില്യൺ സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും $150 ബില്യൺ ആവശ്യക്കാർ ഇപ്പോൾ തന്നെ സ്പേസ് എക്സിൻ്റെ ഓഹരിക്ക് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സ്പേസ് എക്സ് ഒക്കെ ഭാവിയിൽ നിലനിൽക്കുമോ എന്ന് അറിയില്ല എങ്കിൽ പോലും മസ്കിൻ്റെ ഒരു പ്രഭാവമാണ് ഇപ്പോൾ ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരെ വല്ലാതെ ആകർഷിക്കുന്നത്.
ലോകകപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തങ്ങളുടെ ആരാധകർക്കുള്ള ടിക്കറ്റ് വിഹിതം ഫിഫ പിൻവലിച്ചുവെന്ന ആരോപണവുമായി ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ. ദേശീയ ടീമിനെ പിന്തുണയ്ക്കാൻ വിമാന ടിക്കറ്റും താമസ സൗകര്യങ്ങളും യാത്രാ പദ്ധതികളും എല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ആയിരക്കണക്കിന് ആരാധകർ ഇതുപോലെ ബുദ്ധിമുട്ടിലായെന്ന് ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നടപടിക്രമങ്ങൾ പാലിച്ചിട്ടും ടിക്കറ്റുകൾ റദ്ദാക്കിയത് ആരാധകരെ ചതിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇറാൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ആരോപണം. ആതിഥേയ രാജ്യം എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ അമേരിക്ക ലംഘിച്ചതായും അവർ ആരോപിക്കുന്നുണ്ട്. ടൂർണമെന്റ് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇറാൻ ടിക്കറ്റ് വിഹിതം ഫിഫ റദ്ദാക്കിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളും വിസ സംബന്ധിച്ച തർക്കങ്ങളും ഇത്തവണ ടൂർണമെന്റിലെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരമൊരു വിവാദം കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. UK-യിൽ വൻ ഹിറ്റായി ഒരു തേൻവരിക്ക ചക്ക. ലേലത്തിൽ കിട്ടിയത് 38,500 രൂപ. നമുക്കറിയാം, UK പോലുള്ള രാജ്യങ്ങളിൽ ചക്കയ്ക്ക് വലിയ ഡിമാൻഡുണ്ട്. നാട്ടിൽ ആർക്കും വേണ്ട എങ്കിൽ പോലും നമ്മുടെ പ്ലാവുകളിലൊക്കെ ഇപ്പോൾ ചക്ക നിറഞ്ഞു കിടക്കുന്ന സമയമാണ്. മഴ പെയ്ത കാരണം ചക്കയൊക്കെ പ്ലാവുകളിലെ ചക്കകളൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പോലുള്ള രാജ്യത്ത് UK പോലുള്ള രാജ്യത്ത് നമ്മുടെ മലയാളികൾ അല്പം ചക്ക കഴിക്കാൻ കൊതിക്കുകയാണ്. പഴുത്ത ചക്കയായാലും ചക്ക കൊണ്ടുള്ള മറ്റ് വിഭവങ്ങളായാലും. അങ്ങനെയാണ് പ്രവാസി മലയാളികൾക്ക് ചക്കയുടെ മണം അടക്കം ഗൃഹാതുരത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞ ഒരു വികാരം കൂടിയാണ്. അങ്ങനെ ഒരു തേൻവരിക്ക ചക്ക UK-യിലെ ഗ്രേറ്റ് യാർമൗത്തിൽ താരമായിരിക്കുകയാണ്. UK-യിലെ നോർഫോക്ക് കൗണ്ടിയിലെ ഗ്രേറ്റ് യാർമൗത്ത് മലയാളി അസോസിയേഷൻ എന്നൊരു സംഘടനയുണ്ട്. അവർ സംഘടിപ്പിച്ച സ്പോർട്സ് ഡേയുടെ ഭാഗമായി നടന്ന ലേലത്തിലാണ് 14 കിലോഗ്രാം തൂക്കമുള്ള അസൽ തേൻവരിക്ക ചക്കയ്ക്ക് ഇത്രയധികം ലേലത്തിലൂടെ പണം കിട്ടിയത്. 50 പൗണ്ടിലാണ് ഈ ലേലം ആരംഭിച്ചത്. അങ്ങനെ ലേലം വിളിച്ച് അവസാനം അത് എത്തിച്ചേർന്നത് 300 പൗണ്ട്, അതായത് ഏതാണ്ട് 38,500 രൂപയിലേക്ക് ഇതെത്തുകയാണ്. അങ്ങനെ ഇന്ത്യൻ വിനിമയ നിരക്കിലെ കണക്കാണ് 38,500 രൂപ. അത് സാധാരണ ചക്കയ്ക്ക് ലഭിച്ച ഈ വില പലരെയും അമ്പരപ്പിച്ചു. പക്ഷെ അതുപോലെ തന്നെ അതൊരു രസകരമായ കാഴ്ചയായി മാറുകയും ചെയ്തു. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വാർത്തയാണിനി. ലണ്ടനിലെ ഒരു പ്രമുഖ നൈറ്റ് ക്ലബ്ബിൽ ഉണ്ടായ അടിപിടി വിവാദത്തിന് പിന്നാലെ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൽ കടുത്ത പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൻ്റെ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ കൂടിയായ ബെൻ സ്റ്റോക്സ് തൻ്റെ 15 വർഷം നീണ്ട അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഈ ഒന്നാം ടെസ്റ്റ് വിജയത്തിന് ശേഷം, ന്യൂസിലൻഡിനെതിരായ ഒന്നാം ടെസ്റ്റ് വിജയത്തിന് ശേഷമാണ് ബെൻ സ്റ്റോക്കും സംഘവും അവിടുത്തെ ഒരു നൈറ്റ് ക്ലബ്ബിലെത്തുകയും അവിടെ റഗ്ബി താരങ്ങളുമായി അടിപിടി ഉണ്ടാവുകയും മദ്യലഹരിയിലായിരുന്നു അടിപിടി ഉണ്ടാക്കുകയും മറ്റും ചെയ്തത്. കർശനമായ വിലക്കുണ്ട് ഇംഗ്ലണ്ട് താരങ്ങൾക്ക് നൈറ്റ് ക്ലബ്ബുകളിൽ പോകുന്നതിൽ, അത് പ്രത്യേകിച്ച് മത്സരങ്ങളുടെയൊക്കെ ഇടവേളകളിൽ. അത് ലംഘിച്ചുകൊണ്ടാണ് ബെൻ സ്റ്റോക്ക് എത്തുകയും മറ്റും ചെയ്തത്. തുടർന്ന് ബെൻ സ്റ്റോക്കിനോട് വിശദീകരണം ചോദിച്ചു ഇംഗ്ലണ്ട് ക്രിക്കറ്റ് അസോസിയേഷൻ. പക്ഷേ അത് ബെൻ സ്റ്റോക്സിന് മനസ്സിലായത് ഇല്ലെങ്കിൽ തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്നാണ്. അത് ഒരവസരമായി തന്നെ കണക്കിലെടുത്ത് താൻ സ്വയം വിരമിക്കാൻ പോവുകയാണ് എന്നുള്ള നിലപാട് ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കടുത്ത നിലപാടിലേക്ക് സ്റ്റോക്സ് എത്തുമ്പോൾ ഈ ആഷസ് പരമ്പരയ്ക്കിടെ ഹാരി ബ്രൂക്ക്, ബെൻ ഡക്കറ്റ് എന്നിവർ ഉൾപ്പെട്ട ഒരു നൈറ്റ് ക്ലബ് വിവാദമുണ്ടായി. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. തുടർന്ന് രണ്ടാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റിലടക്കം ബെൻ സ്റ്റോക്സ് ഉണ്ടാവില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ഫോമിലുള്ള ബെൻ സ്റ്റോക്സിൻ്റെ അഭാവം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന് തിരിച്ചടിയാവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് യൂസഫ് പഠാൻ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം, നമുക്കറിയാം യൂസഫ് പഠാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആയിരുന്നു. പലപ്പോഴും യൂസഫ് പഠാൻ BJPയോട് എതിർത്തിരുന്ന ഒരാൾ കൂടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ NDA ഭാഗത്തുള്ള വിമതരുടെ പക്ഷം ചേർന്നിരിക്കുകയാണ് യൂസഫ് പഠാൻ എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. യൂസഫ് പഠാനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുൻ MP-യും തൃണമൂൽ നേതാവുമായ മഹുവ മൊയ്ത്ര രംഗത്ത് വന്നിരിക്കുകയാണ്. ലോക്സഭയിലെ 28 TMC MP-മാരിൽ 20 പേർ പാർട്ടി നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ യൂസഫ് പഠാനും ചേർന്നിരിക്കുന്നത്. ബഹരംപൂർ MP കൂടിയാണ് യൂസഫ് പഠാൻ. വിമത MP-മാർക്കൊപ്പം ചേർന്നതിനെയാണ് കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് മഹുവ മൊയ്ത്ര. അമിത്ഷാ വിളിച്ചതുകൊണ്ട് നിങ്ങൾ ദില്ലിയിലേക്ക് ഓടുകയാണോ യൂസഫ് പഠാൻ എന്നാണ് ചോദ്യം. അല്പം ധൈര്യം കാണിക്കൂ, നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആളാണ്, നിങ്ങൾ നട്ടലുള്ള ആളാണ് എന്നാണ് തൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പോൾ അമിത്ഷായുടെ പുറകെ എന്തിന് പോകുന്നു എന്നാണ് മഹുവ മൊയ്ത്രയുടെ വെല്ലുവിളിയും കളിയാക്കലും. ലക്ഷദ്വീപിൽ പതിറ്റാണ്ടുകളായി, ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന മദ്യനിരോധനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്ന് കഴിഞ്ഞ ദിവസമാണ്. ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്. 1979 ലക്ഷദ്വീപിൽ മദ്യനിരോധന നിയമം കൊണ്ടുവന്നത്.
കഴിഞ്ഞ 47 വർഷമായി അവിടെ മദ്യനിരോധനം നിലനിൽക്കുകയാണ്. അത് ടൂറിസ്റ്റെയൊക്കെ ബാധിക്കുന്നു എന്ന പരാതി പ്രാദേശികമായി ഉണ്ടായിരുന്നു. പക്ഷേ കടുത്ത നിയന്ത്രണങ്ങളോടുകൂടിയാണ് ഇപ്പോൾ മദ്യനിരോധനം ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത്. ഉൽപ്പാദനം, ഇറക്കുമതി, കടത്ത്, വിൽപ്പന, ഉപഭോഗം എന്നിവയ്ക്കെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ലൈസൻസിംഗ് വ്യവസ്ഥകൾ ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എക്സൈസ് ഡ്യൂട്ടി വലിയ തോതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ഇറക്കുമതി ചെയ്യുന്ന വിദേശ മദ്യത്തിനും 400% എക്സൈസ് ഡ്യൂട്ടി, ബിയറിന് 200%, വൈനിന് 80% ഡ്യൂട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വലിയ വില കൊടുക്കേണ്ടി വരും ലക്ഷദ്വീപിൽ പോയി മദ്യപിച്ചാൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഒപ്പം 21 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യവിൽപ്പന പൂർണ്ണമായും നിരോധിക്കും എന്നുള്ള കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കങ്കണ റാവത്തിന്റെ നഴ്സുമാരുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അതേറെ വിമർശന വിധേയമായിരിക്കുകയാണ്. നഴ്സുമാർ ലൈംഗികവൽക്കരിക്കപ്പെട്ട തൊഴിലാണ് നഴ്സുമാരുടേത് എന്നും രാജ്യത്തെ തൊഴിലിടത്തെ നഴ്സുമാരുടെയും അവരുടെ വസ്ത്രധാരണ രീതിയെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും മറ്റും നടത്തിയിരിക്കുകയാണ് നടിയും MP-യുമായ കങ്കണ റണാവത്ത്. നഴ്സുമാരുടേത് ഏറ്റവും ലൈംഗികവൽക്കരിക്കപ്പെട്ട തൊഴിലാണ്. അവരുടെ നിലവിലെ വസ്ത്രധാരണ രീതി ബ്രിട്ടീഷ് കാലത്തതാണ് എന്നായിരുന്നു കങ്കണയുടെ ആക്ഷേപം. 1ഉം 2ഉം ലോകമഹായുദ്ധകാലത്തെ US സേനയുടെ നഴ്സുമാരുടെ രീതിയാണ് ഇപ്പോഴും ഇവർ കൊണ്ടു നടക്കുന്നത് എന്നുള്ള പരാമർശം ഉണ്ടായത് വലിയ വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ്. ഇവർ ഭാരതീയ രീതിയിലേക്ക് മാറണമെന്നാണ് കങ്കണ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചില BJP നേതാക്കളുടെ കങ്കണയെ പിന്തുണച്ചപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ വിമർശനം കങ്കണയ്ക്കെതിരെ ഉയർന്ന പശ്ചാത്തലമുണ്ട്. നഴ്സുമാരുടെ യൂണിഫോം മാറ്റുന്നതിനേക്കാൾ മുൻഗണന നൽകേണ്ടത് തകർന്ന ഭിത്തികളും ആവശ്യത്തിന് ഉപകരണങ്ങളും ഇല്ലാത്ത രാജ്യത്തെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥയാണ് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭാരത് ഭാഗ്യ വിധാത എന്ന തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കവെയാണ് കങ്കണയുടെ ഈ പരാമർശങ്ങൾ. ഇടവേള. ലോകം അല്പമെങ്കിലും ശാന്തത കൈവരിക്കുമെന്ന് പ്രത്യാശിച്ച പശ്ചിമേഷ്യൻ ഭൂമിക വീണ്ടും അത്യന്തം അപകടകരമായ ഒരു യുദ്ധച്ചുഴിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിർദ്ദേശങ്ങളെയും നയതന്ത്ര സമ്മർദ്ദങ്ങളെയും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഇസ്രയേൽ ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതോടെ മേഖലയിലെ സംഘർഷം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകളിലൂടെയും ഉപരോധങ്ങളിലൂടെയും ഇറാനെ വരുതിയിലാക്കാൻ US ശ്രമിക്കുന്നതിനിടയിലാണ് സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ ഈ ഏകപക്ഷീയമായ നീക്കം. ഏപ്രിൽ 8 നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ കരാറിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക പോരാട്ടമാണിത്. ഈ നീക്കത്തോടെ USഉം ഇറാനും തമ്മിൽ പശ്ചാത്തലത്തിൽ നടന്നിരുന്ന സമാധാന ചർച്ചകൾ പൂർണ്ണമായും അനിശ്ചിതത്തിലാവുകയും ആഗോള സാമ്പത്തിക രംഗത്ത് കരുനിഴൽ വീഴുകയും ചെയ്തിരിക്കുന്നു. ഇസ്രയേലിന്റെ സൈനിക പ്രകോപനങ്ങൾക്ക് മറുപടിയായി ഇറാൻ തങ്ങളുടെ അത്യാധുനിക മിസൈലുകളുടെ വലിയൊരു വ്യൂഹം തന്നെയാണ് ഇസ്രയേലിന് നേരെ വിക്ഷേപിച്ചത്. ഈ നീക്കത്തോടെ USഉം ഇറാനും തമ്മിൽ പശ്ചാത്തലത്തിൽ നടന്നിരുന്ന സമാധാന ചർച്ചകൾ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാവുകയും ആഗോള സാമ്പത്തിക രംഗത്ത് കരുനിഴൽ വീഴുകയും ചെയ്തിരിക്കുന്നു. ഇസ്രയേലിന്റെ സൈനിക പ്രകോപനങ്ങൾക്ക് മറുപടിയായി ഇറാൻ തങ്ങളുടെ അത്യാധുനിക മിസൈലുകളുടെ വലിയൊരു വ്യൂഹം തന്നെയാണ് ഇസ്രയേലിന് നേരെ വിക്ഷേപിച്ചത്. ഇനി തൊട്ടാൽ കളി തീക്കളിയാകും എന്ന ശക്തമായ മുന്നറിയിപ്പോടെയാണ് ഇറാൻ ഇസ്രയേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ പെരുമഴ പെയ്യിച്ചത്. ഇസ്രയേലിന്റെ പ്രതിരോധ കോട്ടകളെ ഭേദിക്കാൻ പാകത്തിലുള്ളതായിരുന്നു ഇറാന്റെ ഈ ആക്രമണം. എന്നാൽ തങ്ങൾക്ക് നേരെ വന്ന ഭൂരിഭാഗം മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിഞ്ഞതായി ഇസ്രയേൽ വ്യോമസേന അവകാശപ്പെടുന്നു. പ്രതിരോധം ശക്തമായിരുന്നെങ്കിലും ഈ ആക്രമണം ഇസ്രയേൽ ഭരണകൂടത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഈ ആക്രമണ പരമ്പരകൾ ഇസ്രയേലിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. മേഖലയിലെ തങ്ങളുടെ സ്വാധീനം വ്യക്തമാക്കിക്കൊണ്ട് കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെയും ഇറാന്റെ മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും പാഞ്ഞെടുത്തു. ഗൾഫ് മേഖലയിലാകെ ഭീതി പടർത്തിയ ഈ മിസൈലുകളെ അന്താരാഷ്ട്ര വ്യോമപരിധിയിൽ വെച്ച് വെടിവെച്ചിട്ടത് അമേരിക്കൻ സൈന്യമാണ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ നിരവധി ആക്രമണ ഡ്രോണുകൾ US സെൻട്രൽ കമാൻഡ് വിജയകരമായി തകർത്തു കളഞ്ഞു. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം വന്യമായ പ്രകോപനങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം മേഖലയിൽ എപ്പോഴും സജ്ജരാണെന്ന് വാഷിംഗ്ടൺ പ്രഖ്യാപിക്കുന്നു. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഖാലിബാഫ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ട പ്രസ്താവന ചർച്ചകളുടെ വഴി പൂർണ്ണമായും അടയുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഇസ്രയേലും USഉം വെടിനിർത്തലിനോ സമാധാന ചർച്ചകൾക്കോ ആത്മാർത്ഥത കാട്ടുന്നില്ലെന്നും ലെബനനിൽ നിരവധി
സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ കുറയും. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വയനാട്ടിൽ ഷിഗല്ല ബാധിതർ 3 രോഗലക്ഷണങ്ങളുമായി കൂടുതൽ പേർ ചികിത്സ തേടി. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. 468 പേർക്കാണ് നിലവിൽ രോഗലക്ഷണങ്ങളുള്ളത്. ഇതിനിടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തും. തിരുവനന്തപുരത്ത് വധശ്രമക്കേസിൽ ഒളിവിലായിരുന്ന BJP കൗൺസിലർ പിടിയിൽ. വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനാണ് പിടിയിലായത്. അറസ്റ്റിനിടെ വട്ടിയൂർക്കാവിൽ വൻ നാടകീയ രംഗങ്ങൾ ഉണ്ടായി എന്നാണ് ഇന്നലെ രാത്രിയിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ അനുയായികൾ പോലീസിനെ വളഞ്ഞു. തുടർന്ന് SHO ആകാശത്തേക്ക് വെടിയുതിർത്തു. റിമാൻഡിലായിരുന്ന പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കാപ്പ കേസ് പ്രതി കൂടിയാണ് ഈ സുഗതൻ. ഇവരെന്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തു. ഇന്ന് കോടതി ഹൈക്കോടതിയിൽ അതിന് നമ്പറിട്ട് കേസ് കിടക്കുമ്പോൾ എന്റെ വീട്ടിൽ വെടിവെച്ചു. എന്റെ കൊച്ചിനെ മയനായിട്ട് കൊച്ചിനെ അടിക്കുകയും ചെയ്തു. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ മാനദണ്ഡങ്ങൾക്ക് ഇന്നത്തെ മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. UDFിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി സൗജന്യ യാത്ര പരിമിതപ്പെടുത്താനാണ് സർക്കാർ നീക്കമെന്നാണ് സൂചന. ഈ മാസം 15 മുതൽ സൗജന്യ യാത്ര അനുവദിക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു. ക്ലാസ് ടൈമിൽ കുട്ടികളെല്ലാം അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഒക്കെ ജേഴ്സി അണിഞ്ഞ് മൈതാനത്ത് ആഘോഷിച്ചെതിർക്കുക. ആഘോഷം കളറാക്കാൻ വാദ്യാഘോഷങ്ങളും ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗവും. മലപ്പുറം MSPയിലെ ലോകകപ്പ് ഫുട്ബോൾ ആഘോഷം മറ്റെവിടെയും ഉണ്ടാകാത്ത വിധമാണ് നടന്നത്. ഇന്ത്യൻ ഫുട്ബോളർ ആഷിഖ് കുരുണിയനാണ് മലപ്പുറം MSPയിലെ ലോകകപ്പ് ഫുട്ബോൾ ആഘോഷത്തിൽ മുഖ്യാതിഥിയായി എത്തിയത്. ആ കാഴ്ചകളോടെ 9 മണി പൂർത്തിയാകുന്നു. നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് ഫുട്ബോൾ മത്സരത്തിന്റെ വേദിയിലല്ല, മലപ്പുറം MSP സ്കൂളിലാണ്. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കുകയാണ് ഇവിടെ. എല്ലാ കുട്ടികളും അവർക്ക് ഇഷ്ടപ്പെട്ട ആ ടീമിന്റെ ജേഴ്സി അണിഞ്ഞ്, ഇഷ്ടപ്പെട്ട കളിക്കാരുടെ ജേഴ്സി അണിഞ്ഞ് ആഘോഷമായി ആവേശമായി ലോകകപ്പിനെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സാധാരണ ഒരു സ്കൂളുകളിൽ ഇത്തരത്തിലുള്ളൊരു ആവേശം ഉണ്ടാകുമോ ഒക്കെ നമുക്ക് സംശയം. നമുക്ക് കുട്ടികളൊക്കെ എല്ലാവരും അർജന്റീന ഫ്രണ്ട്സ് ആണ്. എല്ലാവരും ബ്രസീലുണ്ട്. ഏതാ ടീം? ബ്രസീൽ. അർജന്റീന. എവിടെ CR7? എവിടെ CR7 ഉണ്ടല്ലോ? എന്താണ് ഇത്രയും ആഘോഷമായിട്ട് സ്കൂളിലൊരു വേൾഡ് കപ്പ് ആഘോഷിക്കുന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? എന്താ തോന്നുന്നു? ഫുട്ബോളിന്റെ ഇതല്ലേ നടക്കാക്കും തോന്നുന്നുണ്ടോ? അതാണ് ആഘോഷം. ഏതാണ് എത്തവണ എങ്ങനെയാണ് പ്രതീക്ഷകൾ അർജന്റീനയുടെ? അർജന്റീനയെ തൂക്കും. ആവേശം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത്. വളരെ വ്യത്യസ്തമായിട്ടാണല്ലോ വേൾഡ് കപ്പിന് വരവ്. ഒരു സ്കൂളിൽ ഇങ്ങനെയൊക്കെ പരിപാടി സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട്. ഇതിന്റെ മുന്നേ പ്രാവശ്യം നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്ര ആവേശം ഉണ്ടായിരുന്നില്ല. എന്താണ് ഇതിന്റെ ഒരു പ്രചോദനം? ആഷിഖ് കുരുണിയൻ തന്നെ. ആഷിഖ് സ്വന്തം സ്കൂളിലേക്ക് ഒരു താരമായിട്ട് തിരിച്ചെത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരുപാട് സന്തോഷം. ഇതിലൂടെ പോകുമ്പോഴൊക്കെ അങ്ങോട്ട് എത്തി നോക്കാറുണ്ട്. പിന്നെ ഈ സ്കൂളിൽ എന്തായാലും സ്പോർട്സ് നിങ്ങൾ ചോദിച്ച പോലെ ഫസ്റ്റ് ടൈം ആവില്ല. സ്പോർട്സിൻ്റെ എല്ലാ രീതിയിലും പേര് കേട്ടൊരു സ്കൂളാണ് ഈ സ്കൂള്. അപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്കും എന്തായാലും ആ ഒരു ഫീലിങ്സ് മുന്നേ ഉണ്ടാവും. അപ്പോൾ പിന്നെ വേൾഡ് കപ്പ് ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം. ഫുട്ബോളിനെ നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടികളാണേലും മുതിർന്നവരാണേലും ഇത്രയേറെ സന്തോഷിക്കുന്നത്, ഇത്രയേറെ എന്താ പറയുക, ഫുട്ബോളിന് ഇത്രയേറെ പ്രചോദനം കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അർജന്റീന. ഇന്ത്യൻ ഫുട്ബോൾ താരം ആഷിഖ് കുരുണിയനാണ് ഈ ലോകകപ്പ് ആഘോഷങ്ങൾക്ക് MSPയിൽ ഉദ്ഘാടനത്തിന് എത്തിയത്. അദ്ദേഹവും MSPയിലെ പഴയ സ്റ്റുഡൻ്റാണ്. ഇവിടെ വീണ്ടും എത്താനായതിന് സന്തോഷം പ്രകടിപ്പിച്ചു. ഒപ്പം തന്നെ ലോകകപ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണ് MSPയിൽ ആഘോഷിക്കുക എന്ന സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു. എന്നാണെങ്കിലും ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപേ മലപ്പുറം ആവേശത്തിലായിട്ടുണ്ട്. ഇനി ലോകകപ്പിന്റെ ഓരോ ഘട്ടത്തിലും പ്രത്യേകിച്ച് അർജന്റീനയും ബ്രസീലും പോർച്ചുഗലൊക്കെ അടിച്ചു കയറുകയാണെങ്കിൽ അതിന്റെ ആവേശം മുഴുവൻ USA-യിലായിരിക്കില്ല, മലപ്പുറത്തായിരിക്കും നമുക്ക് കാണാനാവുക.
അഖിലോട്ടുമാർക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.